ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വചനവേദിയിൽ ഇപ്രകാരം ഒരവസരം തന്ന ബഹുമാനപ്പെട്ട ക്രിസ്റ്റിയച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ നോമ്പുകാലം നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വയം പരിശോധനയുടെയും ദൈവത്തിങ്കിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന അനുഭവമായി തീരട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് 2:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നതും ആ പക്ഷപാതക്കാരൻ സൗഖ്യം പ്രാപിക്കുന്നതുമാണ്. The healing of the paralyzed man, companionship of healing. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സൗഖ്യം ഒറ്റയ്ക്കല്ല, കൂട്ടായ്മയിൽ സംഭവിക്കുന്നു എന്നതാണ്. സൗഖ്യം ഒറ്റയ്ക്കല്ല, കൂട്ടായ്മയിൽ സംഭവിക്കുന്നു എന്നതാണ്. ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഒരാളെ ഉയർത്തുന്ന വിശ്വാസം. പക്ഷപാതക്കാരൻ സ്വയം യേശുവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയാത്തവനായിരുന്നു. എന്നാൽ അവന് നല്ല 4 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ അവനെ ചുമന്ന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ജനക്കൂട്ടം അവർക്ക് തടസ്സമായില്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടി പക്ഷപാതക്കാരൻ സൗഖ്യം പ്രാപിക്കണമെന്ന തീവ്രമായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പിന്നെ യേശുവിന്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നാൽ യേശു അവനെ സൗഖ്യമാക്കുമെന്ന ഉറച്ച വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. അവരനോടുള്ള കരുതലും സ്നേഹവും പ്രഖ്യാപിക്കുന്നതോടൊപ്പം യേശുവിലുള്ള ആഴമേറിയ വിശ്വാസവും ഒരേ സമയം അവർ വ്യക്തമാക്കുകയാണ്. ഇതാണ് ശരിയായ നോമ്പാചരണം. വചനത്തിൽ പറയുന്നു, അവരുടെ വിശ്വാസം കണ്ടപ്പോൾ. വിശ്വാസം വ്യക്തിപരമല്ല, അത് പങ്കുവെക്കുന്നതാണ്. വിശ്വാസം വ്യക്തിപരമല്ല, അത് പങ്കുവെക്കുന്നതാണ്. രണ്ടാമതായി, ക്ഷമയുടെ സൗഖ്യം. എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു ശാരീരിക സൗഖ്യമായിരുന്നു. മനുഷ്യ ജീവിതത്തിന് സൗഖ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് രോഗം വന്നാലും സൗഖ്യം പ്രത്യാശിക്കണം. പക്ഷേ ഇവിടെ യേശു ആദ്യം പറഞ്ഞത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നതാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ശാരീരിക സുഖം മാത്രമല്ല, ആത്മീയ സൗഖ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ്. നാം പുറത്ത് സന്തോഷമുള്ളവരായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ വേദനയുള്ളവരാകാം. യേശു ആദ്യം നമ്മുടെ ഹൃദയം സുഖപ്പെടുത്തുന്നു. ക്ഷമ ലഭിക്കുമ്പോൾ ആത്മാവ് സുഖപ്പെടും. അതോടുകൂടി നമ്മൾ ശാരീരിക സുഖവും പ്രാപിക്കും. മൂന്നാമതായി, എഴുന്നേൽപ്പിന്റെ സാക്ഷ്യം. യേശു പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം. ഉടനെ അവൻ എഴുന്നേറ്റു. ഇതൊരു വ്യക്തിയുടെ മാത്രം അത്ഭുതമല്ല, അവനെ കൊണ്ടുവന്ന സുഹൃത്തുക്കളുടെ സന്തോഷമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ മാറ്റം മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്തോഷിക്കുവാനും കാരണമാകണം. ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന ദൈവകൃപ അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ച ആളാണ് പക്ഷപാതക്കാരൻ. ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന ദൈവകൃപ അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ച ആളാണ് പക്ഷപാതക്കാരൻ. വചനത്തിൽ പറയുന്നു, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ലെന്റ് കാലം നമ്മളെ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. 1, മറ്റൊരാളെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. 2, ആദ്യം ആത്മാവിന്റെ സൗഖ്യം, പിന്നീട് ശാരീരിക സൗഖ്യവും നമ്മൾ ദൈവത്തിൽ നിന്ന് നേടണം. 3, സൗഖ്യത്തിനു ശേഷം എഴുന്നേറ്റ് സാക്ഷിയായിത്തീരണം. നമ്മുടെ കുടുംബങ്ങളിൽ, സഭയിൽ, സുഹൃത്ത് വലയത്തിൽ ആരെങ്കിലുമൊക്കെ ആത്മീയമായി ക്ഷീണിതരായിരിക്കാം. അവരെ വിമർശിക്കാതെ പ്രാർത്ഥനയിലൂടെ, സ്നേഹത്തിലൂടെ, കൂട്ടായ്മയിലൂടെ ക്രിസ്തുവിലേക്ക് നേടാം. സൗഖ്യം ഒറ്റയ്ക്കല്ല, കൂട്ടായ വിശ്വാസത്തിൽ സംഭവിക്കുന്നതാണ്. സൗഖ്യം ഒറ്റയ്ക്കല്ല, കൂട്ടായ വിശ്വാസത്തിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന്റെ നാഥ, അങ്ങയെ കണ്ടവർക്കും അങ്ങ് കണ്ടവർക്കും സൗഖ്യം നൽകി. ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കും സൗഖ്യത്തിന്റെ വെളിച്ചമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.